അവളുടെ വസ്ത്രസ്വാധീനം, അവളുടെ വസ്ത്രം വെച്ച് അവളെ അളക്കുന്നത്, അവളെ നാടിയാലോ പാടിയാലോ അവളെ അങ്ങേയറ്റം അവളുടെ ഉപ്പുപ്പാനെ വരെ വിമർശിക്കുന്നതിന്. മനസ്സിലായോ? ഇത് ശരിയല്ല. നിങ്ങൾക്കൊക്കെ എന്ത് നാണമുണ്ടോ? നിങ്ങൾക്കൊരു പെൺകുട്ടിയുടെ വസ്ത്രം, ഈ 2026 ഒരു പെൺകുട്ടിയുടെ വസ്ത്രം വെച്ച് അവളെ അളക്കാനും അവളെ സാക്ഷ്യം ചെയ്യാനും നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? സഗൗരവം നിങ്ങളോട് പറയണം, ഒരു കാരണവശാലും ഈ പെൺകുട്ടിയെ നമ്മൾ എന്റർടൈൻ ചെയ്യരുത്. നിഷ്കളങ്കരായ കുറെ മുസ്ലിമീങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ പോയി ഇവരെ നന്നാക്കാമെന്ന് ശ്രമിച്ചിട്ട്, ഉപദേശിക്കാമെന്ന് ശ്രമിച്ചിട്ട് മറ്റു ചില ആളുകൾ പോയി തെറിയും വിളിക്കുന്നുണ്ട്. പൊന്നുമക്കളെ, നിങ്ങൾ ഈ പെൺകുട്ടി ആരാ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട്, നിങ്ങളുടെ ആ നിഷ്കളങ്ക ഭാവം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇത് വർത്തമാനകാല കേരളത്തിൻ്റെ ഒരു നവോത്ഥാന നായികയാണെന്ന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഒരു നവോത്ഥാന നായികയാണെന്ന് ചില തട്ടം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഈ നവോത്ഥാന നായികക്ക് പിന്നിൽ ചില ആളുകളുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടോ. നമ്മുടെ ഫ്രണ്ടാണ് ആ പെൺകൊച്ച്. ആ പെൺകൊച്ച് ഇസ്ലാം മതത്തിനെതിരെ പറഞ്ഞപ്പോഴത്തേന് ആ പെൺകൊച്ചിനെ ഒരുമാതിരി ഭീഷണി തന്നെയാണ് അൻസാരി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോയിൽ എല്ലാവരും പറ്റുന്നവർ വന്നിട്ട് അൻസാരിയുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പൂര തെറി വിളിക്കുന്നത്. കാര്യം വ്യക്തമായി മനസ്സിലാകാത്തവരോട് പറയാണ്. ഇതിൽ വോയിസ് വിട്ടത് പോളണ്ട് മച്ചാൻ എന്ന് പറയുന്ന ഷോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒന്നാമത്തെ ക്രിസംഗിയാണ്, മുസ്ലിം വിരുദ്ധനാണ്. അയാളോടൊരു ചെറിയ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാണ്. ഹലോ, ഇത്രയും മാനസിക വൈകല്യമുള്ള മനുഷ്യൻ പറയാണ് അവരുടെ ഗ്രൂപ്പിൽ, നാദിയ ഖദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ സ്വന്തം പെങ്ങളാ, നമ്മുടെ കുട്ടിയാണ്. അപ്പം അവർക്കെതിരെ അൻസാരി സൂരി എന്തോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി പറയണമെന്നല്ല പറഞ്ഞത്, പോയി പച്ച തെറി വിളിച്ചോളാൻ പറഞ്ഞു. ഇത്രയും മാനസിക വൈകല്യമുള്ള മനുഷ്യന്മാരുടെ ഒരു സംഗമ കൂട്ടായ്മ ആണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പം ഇപ്പം നമ്മുടെ സമുദായത്തിൽ ഇങ്ങനെ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്കും ഏതോ ഒരു പെൺകുട്ടി നിഷ്കളങ്കമായി പറയുന്നു, അവരുടെ തെറ്റിദ്ധാരണയാണെന്ന് തിരുത്താൻ ഒരു കാരണവശാലും തിരുത്താൻ പോകരുത്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം എന്ന് പറഞ്ഞില്ലേ? ഈ കണ്ണും കാതും ഹൃദയമൊക്കെ അടക്കപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ആ കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, ഈ പെൺകുട്ടി TG മോഹൻദാസിനെതിരെ പറഞ്ഞ ഒരു ക്ലിപ്പ് ഇവിടെ കേൾപ്പിക്കുകയാണ്. കണ്ടല്ലേ? ഈ ക്ലിപ്പിന്റെ വ്യൂസ് എത്ര നിങ്ങൾക്കറിയോ? നോക്കൂ, കേവലം 19K അത്രേ ഉള്ളൂ. ഇനി ബാക്കി ഇസ്ലാം മത പണ്ഡിതന്മാരുടെയും ഇസ്ലാം മതത്തിനകത്തുള്ള പല കാര്യങ്ങളെയും വിമർശിച്ചു കൊണ്ടിട്ടിരിക്കുന്ന വീഡിയോ ലക്ഷക്കണക്കിന് വ്യൂസാണ്. അപ്പം കളി അറിയാം, കളവും അറിയാം. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ട നമ്മൾ മുസ്ലിം സമൂഹമായിരിക്കും. എന്താണ് പറയുന്നത് അറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകളെ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. മോനെ, എല്ലാ കാലഘട്ടത്തിലും തസ്ലീമ നസറിന് ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും തസ്ലീമ നസറും പല രൂപത്തിൽ പല ഭാവത്തിൽ വരും. ഇവരൊക്കെ സമൂഹത്തിൽ ഒരു മനുഷ്യൻ്റെ എങ്കിലും ഹൃദയത്തെ അവർക്ക് പരിവർത്തനപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഇവരുടെ വീഡിയോ കണ്ട ഒരു മനുഷ്യൻ അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു നന്മയുടെ വാക്താക്കളായിട്ട് മാറിയിട്ടുണ്ട്? ഇല്ല. ഇവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇവർ ഓരോ ദിവസവും ഇവർ തന്നെ ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവർ ഓർത്തുകൊണ്ട് ഇപ്പം ആലോചിച്ച് നോക്കിയേ, ഈ നാദിയ ഖദറോ തസ്ലീമ നസറോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നുണ്ടോ? ഇന്നലെ ഞാൻ ആലോചിക്കുകയാണ്, ശ്രീകല എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇന്നലെ ഇവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ അവരുടെ കുടുംബസമേതം ഇവിടെ വന്നിരുന്നു. എഴുത്തുകാരിയാണ്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ വന്ന് ഭക്ഷണം കഴിച്ച് നമ്മളുമായിട്ട് സന്തോഷിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ പറയുന്നൊരു മറുപടി എന്ന് പറഞ്ഞാലേ, ഇവരൊക്കെ മനസ്സിലാക്കിയത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളാണെന്ന്. അല്ല, നമുക്ക് നമ്മുടെ ലൈഫ്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഇങ്ങനെ തുടങ്ങി നമ്മുടേതായ ഒരു ലൈഫ് സർക്കിളിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. പക്ഷേ ഒരു മിനിറ്റ് പോലും ഇവരാരും മനസ്സമാധാനം അനുഭവിക്കുന്നില്ല എന്നുള്ളത്. വേറൊന്നും കൊണ്ടല്ല, 24 മണിക്കൂർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന യാതനകൾ, മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു യാതന ഉള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെടുകയോ അങ്ങനെ വാതുറന്ന് പറയാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അത്ര ടോക്സിക്കായ മനുഷ്യരെ കമന്റ് ബോക്സിൽ പോയി ഉപദേശിക്കാമെന്നും പരിവർത്തനപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് വെറുതെ വിഫല ശ്രമത്തിന് വേണ്ടി നമ്മൾ നിൽക്കണ്ട. അവരാ വഴിക്ക് വിടുക. ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. ഇതിന് ഇപ്പം ഒരാൾ ഇന്നിപ്പം രാമസിംഹന്റെ ഇന്റർവ്യൂ വന്നിട്ട് നിങ്ങൾ കണ്ടു കാണും. രാമസിംഹൻ അദ്ദേഹത്തിന്റെ നിസ്സഹായത കണ്ട ആ പേരൊന്ന് മാറിയപ്പം രാമസിംഹൻ അലി അക്ബർ എന്നുള്ള പേരിൽ നിന്ന് രാമസിംഹനിലേക്ക് മാറിയപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ഒരു മാനസിക ബുദ്ധിമുട്ട് അദ്ദേഹം ഇന്റർവ്യൂ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കുറെ ആളുകൾ രംഗത്ത് വരും. അവരെ സംബന്ധിച്ചിടത്തോളം റീച്ച്,
അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ അതിന് പാത്രമായി നിൽക്കരുത്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ ഒഴിവാക്കുകയാണ്. അവരെന്തും പറഞ്ഞോട്ടെ, അവരെന്ത് ചെയ്തോട്ടെ, നമ്മളതിന് മറുപടി പറയാനേ നിൽക്കരുത്. നമ്മളവരെ ശ്രദ്ധിക്കാനേ പോകരുത്. അങ്ങനെ ശ്രദ്ധിക്കാതെ പോലും ഇന്നലെ ഹക്കീം ഉസ്താദ് പറഞ്ഞതുപോലെ വിദ്വേഷികൾ അവർ പരാജയപ്പെട്ടു പോകും. അവർക്ക് ഒരു കാരണവശാലും വിജയിക്കാൻ കഴിയില്ല. അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ മാറിപ്പോരുത്. നമ്മുടെ ഉത്തരവാദിത്തം മുടങ്ങും, നമ്മൾ ചെയ്യേണ്ട ദൗത്യം മുടങ്ങും, നമ്മൾ ഇവരെ പിന്നാലെ പോകും. അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഇത്തരം ജന്മങ്ങളെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. നമ്മുടെ ഫീൽഡിൽ വന്നാൽ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. ആരിഫ് ഹുസൈൻ്റെ ഫീമെയിൽ വെർഷനാണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കുക.